ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് റംബൂട്ടാൻ. എന്ത് രസമല്ലേ കാണാൻ. തണലിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ടും നല്ല ടേസ്റ്റാണ്. റംബൂട്ടാൻ നന്നായി വളരാനും ധാരാളം കായ്ഫലം ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നല്ല തൈകൾ നോക്കി സെലക്ട് ചെയ്യുക. ഗ്രാഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ബഡ് ചെയ്ത മികച്ച ഇനം തൈകൾ, ഉദാഹരണത്തിന് N18, അതുപോലെ മലേഷ്യൻ ഇനങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുക്കുക. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഒഴിവാക്കുക. ജൂൺ നവംബർ മാസങ്ങളിൽ നടുന്നതാണ് കൂടുതൽ നല്ലത്. 1 മീറ്റർ കുഴിയെടുത്തിട്ട് മുകളിൽ മേൽമണ്ണും ജൈവവളവും, അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നിറച്ച ശേഷം വേണം നടാൻ. തൈ നട്ട ശേഷം നമ്മൾ ആദ്യത്തെ 2-3 വർഷം മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ പ്രത്യേകം നനച്ചുകൊണ്ടിരിക്കണം. വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മൾ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, കോഴിവളം ഇവ ഇട്ട് കൊടുക്കണം. നവംബർ മാസത്തിൽ പൊട്ടാഷ് അധികമുള്ള വളങ്ങൾ നൽകുന്നതാണ് പൂവിടാൻ സഹായിക്കുന്നത്. വിളവെടുപ്പിന് ശേഷം ഉണങ്ങിയ കൊമ്പുകളും അതുപോലെ രോഗം ബാധിച്ചവയെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് റംബൂട്ടാൻ വളരാനും പൂവിടാനൊക്കെ നല്ലതാണ്. ചില സമയത്ത് റംബൂട്ടാന് പൂ കൊഴിച്ചിലുണ്ടാവാറുണ്ട്. പരാഗണം ശരിക്കും നടക്കാതിരിക്കുമ്പോഴാണ് ഈ റംബൂട്ടാൻ്റെ പൂ കൊഴിയുന്നത്. അപ്പോൾ നമ്മൾ തേനീച്ചകൾക്ക് വരാനായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ പരാഗണം നല്ലവണ്ണം നടക്കും. അതുപോലെ തന്നെ കായ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലൈന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റംബൂട്ടാൻ മരം നല്ല രീതിയിൽ വളരാനും നല്ലോണം കായ്ഫലം ഉണ്ടാകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.